വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരുന്നത് നമ്മുടെ പച്ചക്കറി വിളവെടുപ്പാണ്. പച്ചക്കറിയിലെല്ലാം നിറയെ വിളവുകളായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ആവശ്യത്തേക്ക് നമ്മൾ പച്ചക്കറി വിളവെടുക്കുകയാണ്. അപ്പോൾ ആ വീഡിയോയിലേക്കാണ് നിങ്ങളെ കൊണ്ടുവരുന്നത്. ആദ്യമായിട്ട് നമുക്ക് നമ്മുടെ വഴുതന വിളവെടുക്കാം. അതിനുശേഷം ബാക്കിയുള്ള വിളവിലേക്ക് പോകാം. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യണം. നിങ്ങൾ ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. വിളവെടുപ്പിലേക്ക് പോകാം. ആദ്യം നമ്മുടെ വഴുതന വിളവെടുപ്പാണ്. നമുക്ക് നമ്മുടെ ഈ ചെറിയ വഴുതന ഒരു 2 വഴുതനങ്ങയുണ്ട്, നമ്മൾ അത് കട്ട് ചെയ്തെടുത്തിരിക്കുകയാണ്. ഇതും വിളവായതാണ്, ഇച്ചിരി വലിപ്പം കുറവുണ്ട്. അടുത്തത് നമ്മുടെ വഴുതനയിലെ വയലറ്റ് വഴുതനയിലെ 2 വഴുതനങ്ങ നമ്മൾ വിളവെടുക്കുകയാണ്. ഇതും ഏകദേശം വിളവെടുക്കാറായി. അപ്പം 2 വഴുതന നമുക്ക് കിട്ടി. അതുപോലെ പച്ച വഴുതന നമ്മൾ 2 വഴുതനങ്ങ കിട്ടി. ഇതൊക്കെ തോരൻ വെക്കാനൊക്കെ നല്ല ടേസ്റ്റ് ഉള്ള ഒരു വഴുതന ഇനമാണ്. നമുക്കിത് തോരൻ വെച്ച് ഉപയോഗിക്കാം. ഇനിയിപ്പോൾ ഇത് വഴുതന ഇങ്ങനെ നമ്മൾ പച്ചക്കറികളിലെ വിളവെടുത്തതിന് ശേഷം നമ്മൾ ഇതിനകത്ത് കുറച്ച് വളമിട്ട് കൊടുക്കണം. എങ്കിൽ മാത്രമേ അടുത്ത വിളവും നല്ല രീതിയിൽ നമുക്ക് കിട്ടത്തുള്ളൂ. നമ്മൾ പലപ്പോഴും നമ്മൾ വിളവെടുത്തിട്ട് അങ്ങ് പോകും, പിന്നെ അതിനുള്ള വളമോ വെള്ളമോ കൊടുക്കത്തില്ല. പക്ഷെ ആ വളം ഒന്നുകൂടി ഇട്ട് കൊടുത്താൽ വീണ്ടും ഇത് നല്ലവണ്ണം പൊട്ടിക്കിളുക്കുകയും നല്ലവണ്ണം കൂടുതൽ ഉണ്ടാകുകയും ചെയ്യും. ഇത് നമുക്ക് വെച്ചിട്ട് ആദ്യത്തെ വിളവാണ്. അടുത്തത് നമുക്ക് നമ്മുടെ പച്ചമുളകിന്റെ വിളവെടുക്കാം. ഏകദേശം നമുക്കിത് കണ്ടോ, വഴുതനങ്ങ നമുക്ക് ആവശ്യത്തിന് തോരൻ വെക്കാനുള്ള സാധനം കിട്ടി. ഇനി നമുക്ക് പച്ചമുളക് വിളവെടുക്കാം. നമ്മുടെ പച്ചമുളകിൽ നിറയെ പച്ചമുളക് പിടിച്ചിട്ടുണ്ട്. മൂത്ത പച്ചമുളക് നമ്മൾ ഇതുപോലെ പറിച്ചെടുത്തില്ലെങ്കിൽ അടുത്ത പച്ചമുളക് ഉണ്ടാകാൻ താമസം ഉണ്ടാവും. അതുകൊണ്ട് മൂത്ത മുളക് നമ്മൾ ഇതുപോലെ പറിച്ചെടുക്കണം. നമുക്ക് ഏകദേശം 4 പച്ചമുളക് ചെടിയാണ് ഇവിടെ ഉള്ളത്. ആ 4 പച്ചമുളക് ചെടിയിലും നമുക്ക് ആദ്യമായിട്ട് ഉണ്ടായ വിളവാണ് ഇപ്പം നമ്മൾ ശേഖരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ഏകദേശം മഴ പെയ്യും എന്നാണ് തോന്നുന്നത്. കാര്യം നല്ല ഇടിയൊക്കെ ഇവിടെ കുലുങ്ങുന്നുണ്ട്. ഈ വേനൽക്കാലത്ത് നമുക്കൊരു മഴ കിട്ടുന്നതും ഏറ്റവും നല്ലതാണ്. നമ്മുടെ ചെടികൾ നനയത്തില്ല എങ്കിലും ഇത് കണ്ടോ, കാറ്റടിക്കുന്നുണ്ടോ, നല്ലപോലെ മഴ പെയ്യാനുള്ള സാധ്യതയുണ്ട്. നമ്മുടെ ടെറസിന് മേളിലെ റൂഫിന്റെ താഴെയായ ചെടികൾ നിൽക്കുന്നത് കൊണ്ട് ഇതിൽ വെള്ളം വീഴത്തില്ലെങ്കിലും പുറത്തെ അന്തരീക്ഷത്തിലെ തണുപ്പ് ചെടികൾക്കൊക്കെ നല്ലതാണ്. ഇത് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മാത്രമേ ഇതിൽ ആകത്തുള്ളൂ. ഇതുകൊണ്ട് രണ്ടാമത്തെ പച്ചമുളക് നമ്മൾ വിളവെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഒരു വീട്ടിലേക്ക് ഒരു 4 പച്ചമുളക് ചെടി ഇതുപോലെ ഉണ്ടെങ്കിൽ നമുക്ക് കടകളിൽ പോയി മേടിച്ച് ഉപയോഗിക്കാതെ, കാര്യം അതിലൊക്കെ എന്തുമാത്രം വിഷം അടിച്ചാൽ നമുക്ക് കിട്ടുന്നതെന്ന് അറിയത്തില്ല. കാര്യം അത് കേടാകാതെ ഇത്രയും ദിവസം ഇരുന്ന് നമുക്ക് വീടുകളിലൊക്കെ എത്തണമെങ്കിൽ അതുപോലെ എന്തെങ്കിലുമൊക്കെ മരുന്നുകൾ അടിച്ചാൽ മാത്രമേ കേടാകാതെ ഇരിക്കത്തുള്ളൂ. അല്ലെ പെട്ടെന്ന് ഇത് വാടി പോകാനും ഒക്കെ ഉള്ള സാധ്യതയുണ്ടല്ലോ. അപ്പം നമ്മുടെ വീടുകളിൽ ഇതുപോലെ പച്ചമുളക് വെച്ച് പിടിപ്പിച്ചാൽ നമുക്ക് ഇതുപോലെ പച്ചമുളക് പറിച്ചെടുക്കാം. ഇത് കണ്ടോ, 2 ചെടിയിലെ പച്ചമുളക് പറിച്ചപ്പം തന്നെ നമുക്ക് ആവശ്യത്തിൽ കൂടുതൽ പച്ചമുളക്, ഒരു വീട്ടിലേക്ക് ആവശ്യത്തിൽ കൂടുതൽ പച്ചമുളക് കിട്ടിയിരിക്കുകയാണ്. ഇനിയും ഇതിലൊക്കെ പച്ചമുളക് എടുക്കാനുണ്ട്. ഇത് കണ്ടോ, രണ്ടാമത്തെ ചെടിയിലെ പച്ചമുളക് നമ്മൾ എടുക്കുന്നതേ ഉള്ളൂ. നമ്മൾ വീട്ടിൽ ഇതുപോലെ ഒരു പച്ചക്കറിയൊക്കെ നട്ട് പറിച്ചെടുക്കുമ്പോൾ നമ്മുടെ മനസ്സിനുള്ള ഒരു സന്തോഷം എന്ന് പറഞ്ഞാൽ അത് കൃഷി ചെയ്യുന്നവർക്ക് മാത്രമേ അതിൻ്റെ ആ ഒരു സന്തോഷം അറിയാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിനൊരു നല്ല സന്തോഷം ഉണ്ടാകുന്ന ഒരു പ്രവൃത്തിയും കൂടെയാണ് നമ്മുടെ ആവശ്യത്തിനുള്ള പച്ചക്കറികൾ നമ്മുടെ വീടുകളിൽ ഇതുപോലെ വിളവെടുക്കുക എന്നുള്ളത്. ഇപ്പൊ എല്ലാവരും വീടുകളിൽ ഇതുപോലെ പച്ചമുളകും പച്ചക്കറികളും ഒക്കെ വെച്ച് പിടിപ്പിക്കണം. കാര്യം വെച്ച് പിടിപ്പിച്ചാൽ നമുക്ക് വിഷമില്ലാതെ, ഇതുണ്ട് ഇതിലൊന്നും നമ്മൾ ഒരു വിഷവും അടിച്ചിട്ടില്ല. ആകെപ്പാടെ നമ്മൾ കൊടുത്തിരിക്കുന്നത് വേപ്പോയിൽ മാത്രമാണ് ഇത് അടിച്ചിരിക്കുന്നത്. വേറെ ഒരു കീടനാശിനിയും നമ്മൾ ഇത് ഉപയോഗിച്ചിട്ടില്ല. 4ാമത്തെ പച്ചമുളകിലുള്ള മുളക് നമ്മൾ വിളവെടുക്കുകയാണ്. ഇത് കണ്ടോ, ഇതെല്ലാം നമ്മൾ ഇതിന്റെ ചുവട്ടിലല്ല ഇനിയിപ്പോൾ കുറച്ച് മണ്ണും വളവും കൂടെ ഇട്ട് കൊടുക്കണം. കാര്യം ഇത് ചട്ടിയിൽ ആദ്യം വെച്ചതായതുകൊണ്ട് ആ ചട്ടിയിലെ മണ്ണ് കുറച്ച് താന്നിട്ടുണ്ട്. അതാണ് ഈ മുളക് ഇങ്ങനെ ചാഞ്ഞ് നിൽക്കുന്നത്. ഇനിയിപ്പോൾ നമ്മൾ ഇതിനകത്ത് നിറയെ ഈ മുളകെല്ലാം എടുത്തു കഴിയുമ്പോൾ അടുത്ത വളം ചെയ്യുന്ന കൂട്ടത്തിൽ ഈ ചട്ടിക്കകത്ത് ബാക്കി മണ്ണൂടെ ഇട്ട് ഇത് മറിഞ്ഞു പോകാത്ത രീതിയിൽ നമ്മൾ വെച്ച് കൊടുക്കേണ്ടതാണ്. ഇപ്പം നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ കൃഷി ചെയ്യുമ്പോൾ ഇതുപോലെ വിളവെടുത്താൽ മാത്രം പോരാ, അടുത്ത വിളവും അതേ കിട്ടത്തക്ക രീതിയിൽ നമ്മൾ അതിന് വേണ്ട വളങ്ങളും അതുപോലുള്ള കീടനാശിനികൾ
അതുപോലെ ഇത് കണ്ടോ, ഈ 4 പച്ചമുളകിലെ വിളവ് കണ്ടോ. അതായത് നമുക്ക് ആവശ്യത്തിൽ കൂടുതലായി ഇപ്പം വിളവ്. ഇത് പക്ഷെ പറിച്ചെടുക്കാതിരിക്കാൻ പറ്റത്തില്ല. പറിച്ചെടുത്തില്ലെങ്കിൽ ഈ മുളക് ചെടി ഇനിയും പൂത്ത് അല്ലെ തളിർത്ത് വരാനൊക്കെ താമസം എടുക്കും. അതുകൊണ്ട് മൂത്ത പച്ചമുളക് നമ്മൾ പറിച്ചെടുക്കണം. തന്നെയല്ല, ഇതേ നിർത്തി നമുക്കിത് പഴുപ്പിച്ചെടുത്താൽ നമുക്കിത് ഉണക്കി പൊടിച്ചെടുക്കുകയും ചെയ്യാം. ഒരു 10 ചെടിയൊക്കെ നട്ടു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലേക്കെല്ലാം പച്ചമുളക് നമുക്ക് ഉണക്കി ഇതുപോലെ സൂക്ഷിക്കാം. ഇത് അടുത്ത് നമുക്ക് നമ്മുടെ തക്കാളി വിളവെടുപ്പാണ്. ഇത് കണ്ടോ, തക്കാളി എല്ലാം നമുക്ക് നല്ലപോലെ ഉണ്ടായിട്ടുണ്ട് കണ്ടോ. ഇതൊക്കെ പഴുത്തു. ഇത് പക്ഷെ എന്തോ ഒരു കേട് പോലെ വന്നിട്ടുണ്ട്. പഴുത്ത തക്കാളി എല്ലാം നമുക്ക് ഇങ്ങനെ പറിച്ചെടുക്കാം. അതിന്റെ കൂടെ നമ്മൾ കുറച്ച് പച്ചത്തക്കാളിയും കൂടെ പറിക്കുകയാണ്. നമുക്ക് പച്ചത്തക്കാളി തോരൻ വെക്കാനും നല്ല ഒരു പച്ചക്കറിയാണ്. അത് തോരൻ വെച്ച് കഴിഞ്ഞാൽ നല്ല ഒരു ടേസ്റ്റ് ആണ്. ചെറിയൊരു പുളിപ്പൊക്കെ ഉണ്ട് അതിനകത്ത്. ഇത് കണ്ടോ, ഇതിലെല്ലാം പഴുത്ത് കിടപ്പുണ്ട്. ഇതെല്ലാം നമ്മളിപ്പം വിളവെടുക്കുകയാണ്. വെയിലിന്റെ കൂടുതൽ തക്കാളി ഇതിൽ അറിയാനുണ്ട്. അതിന്റെ വലിപ്പം കുറഞ്ഞിട്ടുണ്ട്. അതുപോലെ വെയിലടിക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. ടെറസിന് മേളിൽ നിൽക്കുന്നതുകൊണ്ട് നല്ലവണ്ണം വെയിലടിക്കും. മേളിൽ റൂഫ് ഉണ്ടെന്ന് പറഞ്ഞാൽ ആ റൂഫിന്റെ അകത്തൂടെ വെയിൽ താഴ്ത്ത് വരുന്നുണ്ട്. ഇനി ഇതിനെല്ലാം നമ്മൾ നെറ്റ് കെട്ടി കൊടുക്കണം. ഇതുപോലെ നമുക്ക് തക്കാളിക്ക, മൂത്ത തക്കാളിക്കായും അതുപോലെ പച്ച തക്കാളിക്കായും പറിച്ചെടുക്കാം. ഇത് കണ്ടോ, ഇതൊക്കെ കണ്ടോ. ഇതാണ് ആദ്യം നമ്മുടെ ഇവിടെ ഉണ്ടായ തക്കാളിപ്പഴം. അത് നല്ലപോലെ പഴുത്തു. ഇനി ഇതിന്റെ പച്ചയും കൂടെ നമുക്ക് കുറച്ച് പറിച്ചെടുക്കാം. നമ്മുടെ പാത്രം നിറഞ്ഞിരിക്കുകയാണ്. ചെറിയ പാത്രമായിപ്പോയി. നമ്മൾ ഇത്രയും വിളവ് ഇവിടെ കിട്ടുമെന്ന് ഓർത്തില്ല. ഇതുണ്ടോ, അടുത്ത തക്കാളിപ്പഴം എടുക്കുകയാണ്. അടുത്ത തക്കാളിപ്പഴം നമ്മൾ എടുക്കുകയാണ്. ഇതുപോലെ തക്കാളിയൊക്കെ വെക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ ഇതുപോലെ സപ്പോർട്ട് ചെയ്ത് കൊടുക്കണം. സപ്പോർട്ട് ചെയ്താൽ മാത്രമേ തക്കാളി മറിഞ്ഞു പോകാതെ നിൽക്കത്തുള്ളൂ. അല്ലെങ്കിൽ വിളവ് കൂടുമ്പോൾ ഇതിന്റെ തണ്ടുകൾ വലിയ കട്ടിയില്ലാത്തത് കൊണ്ട് തക്കാളി ചെടി മറിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഈ തക്കാളിയിലെ വിളവ് കെട്ടി നമ്മുടെ പാത്രം നിറഞ്ഞു. ഇനി അപ്പോൾ അടുത്തത് നമുക്കിവിടെ ഒരു പടവലം നിപ്പുണ്ട്. അതേലെ വിളവ് കൂടെ നമുക്ക് എടുക്കാം. ഇത് കണ്ട ചെറിയ പടവലങ്ങയാണ്. ഇത് നമ്മൾ എടുക്കുവാണ്. ചെറിയ പടവലങ്ങ നമ്മൾ വിളവെടുക്കുകയാണ്. ഇതുകൊണ്ട് ഇതിന് മേളിലൊക്കെ ഇതൊക്കെ എടുക്കാവുന്നതാണ്. ഞാൻ പാത്രം താഴെ വെക്കട്ടെ. ഇതുണ്ടോ, ഇതും നമുക്ക് എടുക്കാം. ഈ പടവലത്തിന്റെ സമയം കഴിഞ്ഞിരിക്കുകയാണ്. കാര്യം ഇതാൽ നമുക്ക് പുഴു ഇലയെല്ലാം തിന്ന് നശിപ്പിച്ചിരിക്കുക. അതുകൊണ്ട് നമുക്ക് ഇത് കഴിഞ്ഞിട്ട് ഇനി അടുത്ത ഒരു സെക്ഷൻ പടവലം ഇതിന്റെ ചോട്ടിൽ വെച്ച് കൊടുക്കാം. അതുകൊണ്ട് തന്നെ ഇത് മൊത്തം നമുക്ക് പറിച്ചെടുത്തേക്കാം വിളവ് കിട്ടിയത്. ഇത് ഈ വലിപ്പം ഇത് വലിപ്പമല്ല, ഒരു ശകലം കൂടെ വലിപ്പം വെക്കും. പക്ഷെ ഇതിപ്പോ മൂത്തതാണ്. കാര്യം ഇത് കണ്ടോ, നമുക്ക് ആവശ്യത്തിന് പടവലങ്ങായും ഇപ്പൊ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഏകദേശം നമ്മുടെ പാത്രം നിറഞ്ഞ് കവിഞ്ഞു. ഇങ്ങനെ നോക്കി. ഇനിയിപ്പോ നമുക്ക് അടുത്ത ഒരു വിളവ് ഞാൻ കാണിക്കാം. ഇപ്പൊ നമുക്ക് പച്ചക്കറി തന്നെ കിട്ടി എന്ന് വിഷമിക്കേണ്ട. നമുക്കിവിടെ പഴവർഗ്ഗങ്ങളും കിട്ടുന്നുണ്ട്. ഏകദേശം നമുക്കിവിടെ നമ്മുടെ മാങ്ങ 2 എണ്ണം പഴുത്തിരിക്കുകയാണ്. അപ്പൊ അതുകൂടെ നമ്മൾ പച്ചക്കറി മാത്രമല്ല ഫ്രൂട്ട്സും നമുക്ക് കിട്ടിയിരിക്കുകയാണ്. നമ്മൾ കവറിട്ട് വെച്ചിരുന്ന ഫ്രൂട്ട്സ് നമ്മൾ അഴിച്ചെടുക്കുകയാണ്. ഇതുണ്ടോ, മാങ്ങ നല്ലോണം പഴുത്തു. നല്ല ടേസ്റ്റി മാങ്ങയാണ്. നല്ല മധുരമുള്ള മാങ്ങയാണ്. അത് പച്ചയ്ക്ക് നല്ല പുളിയുമാണ്. ഇതിൻ്റെ അടുത്ത മാങ്ങ വിളവെടുക്കുകയാണ്. തൊട്ടപ്പുളെ പോകുന്നു. അതുപോലെ പഴുത്തു. കവറ് നമ്മൾ ഇട്ട് കൊടുത്താൽ വലിയ പുഴുക്കേടില്ലാതെ നമുക്കിത് മാങ്ങ കിട്ടും. ഇത് കണ്ടോ, മുമ്പേ പറിച്ചയിലും പഴുത്തു. നല്ല ടേസ്റ്റി മാങ്ങയായിരിക്കും ഇത്. നല്ല മധുരമാണ്. അതുപോലെ ഇവിടെ ഒരു പച്ചമാങ്ങ കിടപ്പുണ്ട്. അത് പഴുത്തിട്ടില്ല, പഴുക്കാറായതാണ്. അതുപോലെ നമ്മുടെ മാവിലെ അടുത്ത സെക്ഷൻ മാങ്ങ ഉണ്ടാകാൻ വേണ്ടി ഇത് കണ്ട പൂ പിടിച്ചു കഴിഞ്ഞു. ഒരു സെക്ഷൻ മാങ്ങ നമ്മൾ പറിച്ചു കഴിച്ചു. ഇനിയിപ്പോൾ അടുത്ത സെക്ഷൻ മാങ്ങ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ അടുത്ത നമുക്കൊരു ഫ്രൂട്ട് നമ്മുടെ ഇവിടെ ഉണ്ടായിട്ടുണ്ട്.
ഇത് കണ്ടോ നമ്മുടെ തായ്വാൻ പിങ്ക് പേര. അതിൽ നമുക്ക് ഒരു പേരയ്ക്ക വിളവായിട്ടുണ്ട്. അതും നമുക്ക് ഇന്ന് പറിച്ചെടുക്കാം. ഇതും നമ്മൾ കവർ ഇട്ട് കൊടുത്തിട്ടുണ്ട്, കാര്യം ഈച്ചയൊക്കെ കുത്താതിരിക്കാനാണ്. ഇത് കണ്ടോ, ഇത് ഏകദേശം വിളവായ പേരയ്ക്കാണ്. അപ്പൊ നമ്മൾ തായ്വാൻ പിങ്ക് നല്ലൊരു പേരയ്ക്കാണ്. അതുപോലെ ഇത് ഇവിടത്തെ പേരയ്ക്ക ഉണ്ടായിട്ടുണ്ട്, അതുപോലെ ഇതിനകത്ത് പേരയ്ക്ക ഉണ്ട്. ഇങ്ങനെ 3-4 പേരയ്ക്കായുടെ ഇതിൽ ഇപ്പൊ കിടപ്പുണ്ട് നിലവിൽ. അത് മൂത്തിട്ടില്ല. അപ്പം ഇതും നമ്മൾ നമ്മുടെ പാത്രത്തിലേക്ക് വെച്ചിരിക്കുകയാണ്. ഇത് കണ്ടോ, ഏകദേശം ഇപ്പം പാത്രം കവിഞ്ഞ് നമ്മുടെ കയ്യിൽ സാധനം കിട്ടിയിരിക്കുകയാണ്. അതായത് ഫ്രൂട്ട്സ് ഉണ്ട്, വെജിറ്റബിൾസ് ഉണ്ട്. ഇപ്പൊ നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള പച്ചക്കറികളും ഫ്രൂട്ട്സും നമുക്ക് ഇതുപോലെ നമ്മുടെ മുറ്റത്ത് തന്നെ അല്ലെങ്കിൽ നമ്മുടെ ടെറസിൽ തന്നെ നമുക്ക് ഉൽപ്പാദിപ്പിച്ചെടുക്കാൻ കഴിയും. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീണ്ടും പുതിയ വീഡിയോയുമായിട്ട് കാണാം. ബൈ ബൈ.